Hi, good morning. Good morning, Good Miss. morning, ma'am. Okay, good morning. Good morning, ma'am. Good Good morning, morning. Miss. Okay. Okay, നമുക്ക് തുടങ്ങിയാലോ അപ്പൊ നോക്കി സൗകര്യം. ഗുഡ് മോർണിംഗ്. തുടങ്ങാം അല്ലേ? നിങ്ങൾക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ശരി, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെ, മെഡിക്കൽ റെക്കോർഡ്സിന്റെ എന്താ തന്നെ പറഞ്ഞു നിർത്തിയിരുന്നത്? മെഡിക്കോ ലീഗൽ കേസസ് രജിസ്ട്രേഷൻ അല്ലെ, അതല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? മെഡിക്കോ ലീഗൽ കേസസ് രജിസ്ട്രേഷൻ അല്ലെ. മെഡിക്കൽ റെക്കോർഡ് എന്താണ്, മെഡിക്കൽ റെക്കോർഡ് പോളിസികളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ മെഡിക്കോ ലീഗൽ കേസസ് രജിസ്ട്രേഷൻ ഇവിടെ വരെ വായിച്ചോ? നിങ്ങള് വായിച്ചു നോക്കിയോ? എല്ലാവരും മനസ്സിലായോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ടോ? ശരി, അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാനേ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് മെഡിക്കൽ റെക്കോർഡ്സുമായിട്ട് ബന്ധപ്പെട്ട റിലീസ് ഓഫ് ഇൻഫർമേഷൻ ആണ് കേട്ടോ. റിലീസ് ഓഫ് ഇൻഫർമേഷൻ, അതായത് മെഡിക്കൽ റെക്കോർഡിലെ എങ്ങനെയുള്ള വിവരങ്ങളാണ് നമ്മൾ റിലീസ് ചെയ്യേണ്ടത്, അതുപോലെ നമ്മൾ മെഡിക്കൽ റെക്കോർഡിനകത്തെ വിവരങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ അവിടെ പറയുന്നത്. ഓക്കെ, റിലീസ് ഓഫ് ഇൻഫർമേഷൻ. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയോ? ഫസ്റ്റ് കാര്യമായിട്ട് ഇവർ പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റി ആണ് അല്ലെ. ഓക്കെ, കോൺഫിഡൻഷ്യാലിറ്റി എപ്പോഴും എന്ത് ചെയ്തിരിക്കണം? മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. ആ ഒരു എന്താണ്, തീർച്ചയായിട്ടും ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡിന്റെ വിവരങ്ങൾ നമ്മളൊരു പേഷ്യന്റിന്റെ വിവരങ്ങളാണ് അല്ലെ. ഓക്കെ, അതൊക്കെ എങ്ങനെയായിരിക്കണം? തികച്ചും പ്രൈവറ്റ് ആയിരിക്കണം അല്ലെ. കോൺഫിഡൻഷ്യൽ ആയിട്ട്, രഹസ്യാത്മകമായിട്ട് വേണം അത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഓക്കെ, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതാണ് ആദ്യം പറയുന്നത് കേട്ടോ, കോൺഫിഡൻഷ്യാലിറ്റി. നോക്കാം, മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് ഹെൽത്ത് ഇൻഫർമേഷൻ വെദർ ഇൻ ഓറൽ ഫോം ഓർ റിട്ടേൺ ഡോക്യുമെന്റേഷൻ relating to any identified patient is confidential. ഓക്കെ, അതായത് നമ്മൾ ഈ പറയുന്ന പേഷ്യന്റിന്റെ വിവരങ്ങളാണ് അല്ലെ, പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഹെൽത്ത് ഇൻഫർമേഷൻസ് ആയിക്കോട്ടെ, മെഡിക്കൽ റെക്കോർഡ്സുകൾ എല്ലാം തന്നെ തികച്ചും എന്തായിരിക്കണം? കോൺഫിഡൻഷ്യൽ ആയിരിക്കണം, വളരെ രഹസ്യാത്മകമായിട്ട് അതിനെ കണക്കാക്കണം. ഓക്കെ, എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ എല്ലാവർക്കും എടുക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കരുത് ഒരിക്കലും അത്തരം വിവരങ്ങൾ നമ്മൾ കീപ്പ് ചെയ്യുന്നത് അല്ലെ. അതൊക്കെ ഒരു രോഗിയെ സംബന്ധിച്ച് നമ്മള് എന്താണ് എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസ് പഠിച്ചു കഴിയുമ്പോൾ അതിനകത്ത് പേഷ്യന്റ് റൈറ്റ്സ് ഓഫ് അല്ലെ, പേഷ്യന്റിന്റെ റൈറ്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൈറ്റ് ആണ് അല്ലെ, അവരുടെ പ്രൈവസിക്കുള്ളൊരു അവകാശം അവർക്കുണ്ട് അല്ലെ. അവരുടെ വിവരങ്ങൾ എപ്പോഴും എന്തായിരിക്കണം? കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിച്ചിരിക്കണം. ഓക്കെ, അപ്പോ അതനുസരിച്ച് അക്കോർഡിംഗ്ലി കമ്പ്യൂട്ടർ സ്റ്റോർഡ് ഡാറ്റ ഇൻഫർമേഷൻ ഒബ്റ്റൈനബിൾ either in the form of medical records, disease and operation indexes, photographs, microfilms, video tapes, audio tapes or other devices used for these purposes should be treated as a confidential documents. നേരത്തെ പറഞ്ഞല്ലോ, ഒരു പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഹെൽത്ത് ഇൻഫർമേഷൻസും എല്ലാ മെഡിക്കൽ റെക്കോർഡ്സ്, അത് വാക്കാലുള്ളതും രേഖാമൂലമുള്ള എല്ലാ ഇൻഫർമേഷൻസും തികച്ചും കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അതനുസരിച്ച് നമ്മൾ ഈ പറയുന്ന കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റകൾ അല്ലെ, ഇന്നിപ്പോ പേപ്പർ റെക്കോർഡുകളെക്കാളും കൂടുതൽ എങ്ങനെയാണ്
നമ്മള് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളായിട്ടാണ് സൂക്ഷിക്കുന്നത് അല്ലെ. പേപ്പർ റെക്കോർഡ് ഉണ്ട് എങ്കിലും നമ്മൾ പേഷ്യൻസിന്റെ വിവരങ്ങൾ അധികം എന്താണ് ഇന്നൊക്കെ ഇപ്പോ അധികം എന്താണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകളായിട്ട് നമ്മൾ കമ്പ്യൂട്ടറിലാണ് അധികം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അല്ലെ. അപ്പൊ അത്തരത്തില് ഈ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസുകള്, അവരുടെ മെഡിക്കൽ റെക്കോർഡ്സുകള്, അവരുടെ രോഗങ്ങള്, അല്ലെങ്കിൽ അവരുടെ ചെയ്ത സർജിക്കൽ പ്രൊസീജിയേഴ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഫോട്ടോഗ്രാഫ്സുകള്, വീഡിയോ ഫിലിംസുകള്, അതുപോലെ തന്നെ ഓഡിയോ ടേപ്സ്, മറ്റുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്തിരിക്കണം? രഹസ്യാത്മക രേഖകളായിട്ട് കണക്കാക്കിയിരിക്കണം. ഓക്കെ, ഇന്നത്തെ സർജറിയും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യും? ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ വീഡിയോ എടുത്ത് ഒരു എന്താണ് ഡിസ്കിലായിട്ട് കൊടുക്കാറുണ്ട് അല്ലെ, പേഷ്യൻസിന് കൊടുക്കാറുണ്ട്. അപ്പൊ അത്തരം വിവരങ്ങളെല്ലാം തന്നെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്? സോ ഓതറൈസ്ഡ് സ്റ്റാഫ് ആർ പെർമിറ്റഡ് ടു ഡീൽ വിത്ത് സച്ച് ഇൻഫർമേഷൻ. അപ്പോ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അത്തരം വിവരങ്ങള് ഹാൻഡിൽ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. കാര്യം എല്ലാവർക്കും അത് ആക്സസ് ചെയ്യാനായിട്ടുള്ള അധികാരവും ഇല്ല. ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക്, ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് മാത്രമേ അത്തരം വിവരങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു റൈറ്റ്, അനുവാദമുള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ അതാണ്, ആരൊക്കെയാണ് ഈ ഓതറൈസ്ഡ് സ്റ്റാഫുകൾ? അതെന്നാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഓതറൈസ്ഡ് സ്റ്റാഫുകൾ ആരൊക്കെയാണെന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓതറൈസ്ഡ് സ്റ്റാഫ് ആർ ദോസ് who are looking after the patient, normally including medical, nursing and paramedical personnel and the staff of the MRD. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അതായത് ഓതറൈസ്ഡ് സ്റ്റാഫുകൾ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? പൊതുവെ പേഷ്യൻസിനെ പരിപാലിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അതിനെ താഴെപ്പെടുന്നുണ്ട് മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും, നഴ്സസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പാരാമെഡിക്കൽ പേഴ്സണൽ അല്ലെ, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ഇപ്പൊ നമ്മൾ പറയില്ലേ, ഡയറ്റീഷ്യൻസ്, ഫിസിയോതെറാപ്പിസ്റ്റുകള്, അങ്ങനെയുള്ള ആളുകള്, അതുപോലെ തന്നെ സ്റ്റാഫ് ഓഫ് ദ MRD, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾ. അപ്പൊ നിങ്ങളോട് വേണമെങ്കിൽ ചോദിക്കാം, ഓക്കെ, മെഡിക്കൽ റെക്കോർഡിലെ വിവരങ്ങൾ ആക്സസ് ചെയ്യാനായിട്ട് അനുവാദമുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ആരൊക്കെയാണ്? മെഡിക്കൽ സ്റ്റാഫുകളുണ്ട്, നഴ്സിംഗ് സ്റ്റാഫുകളുണ്ട്, പാരാമെഡിക്കൽ സ്റ്റാഫ്സ് ഉണ്ട്, അതുപോലെ സ്റ്റാഫ് ഓഫ് ദ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? അവരാണ് കേട്ടോ ഓതറൈസ്ഡ് സ്റ്റാഫ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത് റിലീസ് ഓഫ് ഇൻഫർമേഷൻ ആണ്. മെഡിക്കൽ റെക്കോർഡിലെ വിവരങ്ങള് റിലീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെയാണ് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഒന്നാമത്തത് കണ്ടീഷൻസ്. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ആണ് ബ്രാക്കറ്റിൽ പറയുന്നുണ്ട്. ഇഞ്ചുറീസ്, പോയ്സണിങ്, abortions or cases involving accidents, suicides and homicides have to intimate the police or other legal authorities. ഇങ്ങനെയുള്ള കണ്ടീഷൻസ്, ഈ കണ്ടീഷൻസ് കേട്ടപ്പോ തന്നെ വായിച്ചപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതെല്ലാം എന്ത് തന്നെയാണ്? MLC കേസുകളാണ് അല്ലെ, മെഡിക്കോ ലീഗൽ കേസുകളല്ലേ. ഇഞ്ചുറീസ്, പോയ്സണിങ്സ്, അബോർഷൻസ്, അതുപോലെ ആക്സിഡന്റ്, സൂയിസൈഡ്, ഹോമിസൈഡ്സ് എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള മെഡിക്കോ ലീഗൽ കേസുകളാണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷൻസുകളൊക്കെ, അത്തരത്തിലുള്ള വിവരങ്ങള് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പോലീസിനെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ലീഗൽ അതോറിറ്റിയോ അറിയിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാല് ഇങ്ങനെയുള്ള വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? റിലീസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെയുള്ള വിവരങ്ങള്, മെഡിക്കോ ലീഗൽ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് അത് എന്ത് ചെയ്യണം? അത് ബന്ധപ്പെട്ട പോലീസിനെയോ അല്ലെങ്കിൽ ലീഗൽ അതോറിറ്റിനെ അറിയിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് അവിടെ റിലീസ് ചെയ്യാം. ഓക്കെ, പിന്നെ രണ്ടാമത്തത് എങ്ങനെയുള്ള വിവരങ്ങളാണ്? ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് ആണ് കേട്ടോ. പകർച്ചവ്യാധികള്, ട്രാൻസ്മിറ്റബിൾ ആയിട്ടുള്ള പകരുന്ന രോഗങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ അത്തരം വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? റിലീസ് ചെയ്യാം. നോക്കുക കേട്ടോ. മസ്റ്റ് ബി റിപ്പോർട്ടഡ് ടു ദ അതോറിറ്റീസ് കൺസേൺഡ്. അതുമായിട്ട് ബന്ധപ്പെട്ട അതോറിറ്റീസിന് അത് റിപ്പോർട്ട് ചെയ്യും. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടില് കോവിഡ് വന്നു അല്ല, നാട്ടിലെ മൊത്തത്തിൽ വന്നു, അതുപോലെ നിപ്പ വൈറസ് ഇതൊക്കെ വന്നു അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോ അത് ഒളിച്ചു വെക്കുകയല്ല വേണ്ടത്, അത് പുറത്തേക്ക് റിലീസ് ചെയ്യണം. കാര്യം അത് പുറത്തേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്രിക്കോഷൻസുകൾ, കാര്യങ്ങളും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും റിലീസ് ചെയ്യാവുന്നതാണ്. അതാണ് അവിടെ പറഞ്ഞത്. ട്രാൻസ്മിറ്റബിൾ ഡിസീസസ്
must be reported to the authorities concerned. കേട്ടോ ഓക്കെ. അടുത്തത് എന്താണ്? ഇവന്റ്സ് ആണ്. എങ്ങനെയുള്ള ഇവന്റ്സുകളാണ് ഉദ്ദേശിക്കുന്നത്? ബർത്ത്, ഡെത്ത് ആൻഡ് ഫോളിറ്റൽ ഡെത്ത് have to be reported to the civil registration authorities either directly or through the members of the family. അതുപോലെ തന്നെ നമുക്കറിയാം ജനനം, മരണം, അതുപോലെ ശിശു മരണങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത്തരം വിവരങ്ങൾ നമ്മൾ പുറത്തോട്ട് റിലീസ് ചെയ്യുന്നുണ്ട് അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ അതോറിറ്റീസ് ഇപ്പൊ മരണം രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, ജനനം എല്ലാം രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അല്ലെ? ഓക്കെ. അതുപോലെ ശിശു മരണങ്ങൾ നടക്കുമ്പോഴും മറ്റും അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? റിലീസ് ചെയ്യാവുന്നതാണ്. അത് ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അത്തരം വിവരങ്ങൾ റിലീസ് ചെയ്യാം, അല്ലെങ്കിൽ ടു ഫാമിലി മെമ്പേഴ്സ് മുഖേന നമുക്ക് ഇങ്ങനെയുള്ള വിവരങ്ങൾ റിലീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അടുത്തത് എന്താണ്? കോർട്ട് ഓർഡർ. കോർട്ട് ഓർഡർ അല്ലെ? അടുത്തത് എന്താണ്? കോർട്ട് ഓർഡർ ആണ്. അതായത് ദ ഹോസ്പിറ്റൽ ആൾസോ മസ്റ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഇൻ റെസ്പോൺസ് ടു എ കോർട്ട് ഓർഡർ. ഇപ്പൊ ഒരു കോടതി ഉത്തരവിനെ തുടർന്ന് എന്തെങ്കിലും വിവരങ്ങൾ റിലീസ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ അത്തരം വിവരങ്ങൾ നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മളിവിടെ പഠിച്ച കാര്യത്രയേ ഉള്ളൂ. എന്തൊക്കെ വിവരങ്ങള് ഒരു മെഡിക്കൽ റെക്കോർഡിൽ എങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷൻസുകളാണ് നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കുക? ഇങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷൻസ് ആണ്. ഒന്ന് കണ്ടീഷൻസ്, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ആണ്. അതും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പ്രാക്ടിക്കലി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മെഡിക്കൽ ലീഗൽ കേസുകളാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസുകളും നമുക്ക് റിലീസ് ചെയ്യാവുന്നതാണ്. ട്രാൻസ്മിറ്റബിൾ ഡിസീസസിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ റിലീസ് ചെയ്യാം. ബർത്ത്, ഡെത്ത്, ഫോളിറ്റൽ ഡെത്ത് പോലുള്ള ഇവന്റ്സുകൾ അല്ലെ? അത്തരം വിവരങ്ങൾ റിലീസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഒരു കോർട്ട് ഓർഡറിനനുസരിച്ചിട്ടും ഹോസ്പിറ്റലിന് കോർട്ട് ആവശ്യപ്പെടുന്ന വിവരങ്ങൾ റിലീസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഓക്കെ. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഓക്കെ അല്ലേ? അപ്പൊ ഒന്നാമത്തെ കാര്യം കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. രണ്ടാമത്തത് ഇങ്ങനെയുള്ള വിവരങ്ങളാണ് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. വായിച്ചു. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് നോക്കാം കേട്ടോ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കണ്ടന്റുകളെ പറ്റിയിട്ടാണ്. ഇതുവരെ നമ്മൾ മെഡിക്കൽ റെക്കോർഡ് പോളിസികളും അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലെ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് കണ്ടന്റ് ആണ് കേട്ടോ. കണ്ടന്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. മെഡിക്കൽ റെക്കോർഡ്സിലെ കണ്ടന്റുകൾ എന്തൊക്കെയാണ്? ഈ കണ്ടന്റ് പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അതിനെ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടാണ് നമ്മളത് പഠിക്കുന്നത് കേട്ടോ. കണ്ടന്റുകൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും കണ്ടന്റുകളെ നമ്മൾ രണ്ട് കാറ്റഗറി ആയിട്ട് അവിടെ മനസ്സിലാക്കണം. ഓക്കെ. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാല് ദ ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ. ഇങ്ങനെയുള്ള കണ്ടന്റുകളാണ് ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ. അതായത് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റകൾ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഡാറ്റകൾ അതെന്തിനകത്ത് ഉണ്ടായിരിക്കും? മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ രണ്ടാമത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ക്ലിനിക്കൽ ഡാറ്റയാണ്. അതാണ് ക്ലിനിക്കൽ ഡാറ്റ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരിക്കും. നമ്മൾ ക്ലിനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന മറ്റുള്ള ട്രീറ്റ്മെന്റുകള്, ഡയഗ്നോസിസ്, മറ്റുള്ള പ്രൊസീജിയറുകൾ, അങ്ങനെയുള്ള ഡാറ്റകൾ ഇതിനകത്തുണ്ട്, മെഡിക്കൽ റെക്കോർഡിനകത്തുണ്ട്. ഈ രണ്ട് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ മെഡിക്കൽ റെക്കോർഡിലെ കണ്ടന്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ അല്ലെ? അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെടാന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ഹാൻഡിൽ ചെയ്യുന്ന ചില ഡാറ്റകൾ മെഡിക്കൽ റെക്കോർഡിലെ കണ്ടന്റുകളാണ്. അതോടൊപ്പം തന്നെ ക്ലിനിക്കൽ ഡാറ്റയെ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഓരോന്നും എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ആദ്യം നമ്മൾ പഠിക്കുന്നത് ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ ആണ്. എന്തൊക്കെ ഡാറ്റകളാണ് നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നത് നോക്കിയേ. ഫസ്റ്റ് വൺ അഡ്മിഷൻ ചാർജ് റെക്കോർഡ്. അഡ്മിഷൻ ചാർജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്. പിന്നെ അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ്. തേർഡ് വൺ കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ. ഫോർത്ത് വൺ കണ്ടന്റ് എന്നല്ല കേട്ടോ, കൺസെന്റ് എന്നാണ്. കൺസെന്റ് കേട്ടോ, അതൊന്ന് തിരുത്തണം. ഓക്കെ. കണ്ടന്റ് എന്നല്ല കൺസെന്റ് എന്നാണ് കേട്ടോ. CONSE
കൺസെന്റ് സമ്മതം എന്ന് പറയുക അത് കൺസെന്റ് ഫോർ ദ റിലീസ് ഓഫ് ഇൻഫർമേഷൻ. പിന്നെ വരുന്നത് സ്പെഷ്യൽ കൺസെന്റ്. അപ്പൊ ഈ പറയുന്ന വിവരങ്ങളെല്ലാം തന്നെ ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേഷൻ വിഭാഗമാണ് ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അഡ്മിഷൻ ചാർജ് റെക്കോർഡ്, ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ, നമ്മൾ പറയാം ഒരു രോഗി അഡ്മിറ്റ് ചെയ്യുമ്പോൾ പല വിധത്തിലുള്ള ചാർജുകളുണ്ട് അല്ലെ, റൂമിന്റെ ചാർജ് അല്ലെ, റൂമിന്റെ റെന്റ്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചാർജുകളുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ഏതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്? മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അഡ്മിഷൻ ചാർജ് റെക്കോർഡ്. ഓക്കെ, അടുത്തത് എന്താണ്? അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമോ? അതായത് നമ്മൾ ഒരു മെഡിക്കൽ റെക്കോർഡിലെ വിവരങ്ങള് അത് കംപ്ലീറ്റ് ആണ്, അത് എന്താണ്, ജെനുവിനാണ് അല്ലെ, അത് പൂർണ്ണമാണ്, ഇത് അക്യുറേറ്റ് ആണ്, ജെനുവിനാണ്, അത് കംപ്ലീറ്റ് ആണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിനായിട്ടുള്ള ഒരു അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് അതിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് നമ്മളൊരു മെഡിക്കൽ റെക്കോർഡ് അത് കംപ്ലീറ്റ് ആണ്, അതിലെ വിവരങ്ങൾ ജെനുവിൻ ആണ് ഓക്കെ എന്നുള്ളത് ഉറപ്പാക്കുന്നതിനുള്ള ഒരു അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് ഏതിനകത്ത് ഉണ്ടായിരിക്കും? മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ വരുന്നത് എന്താണ്? കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ. അതായത് ഒരു അഡ്മിഷൻ കേസുകളാണെങ്കിൽ അതിന്റെ ആ ഒരു അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ചില ടേംസ് ആൻഡ് കണ്ടീഷൻസുകൾ ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ കൺസെന്റ് ഫോർ ദ റിലീസ് ഓഫ് ഇൻഫർമേഷൻ. മെഡിക്കൽ റെക്കോർഡിന്റെ വിവരങ്ങൾ റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മതപത്രം, ആ ഒരു കൺസെന്റ് ഫോം ഉണ്ടായിരിക്കും. പിന്നെ അതിന് പുറമെ സ്പെഷ്യൽ കൺസെന്റ്സ്. സ്പെഷ്യൽ കൺസെന്റ്സ് എപ്പോഴൊക്കെയാണ് എടുക്കാന്നുള്ളത് ഇനി നമുക്ക് പറയാം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഇത് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡാറ്റകൾ. ക്ലിയർ? അപ്പൊ നോക്കിയേ, ആദ്യത്തെ കൊടുത്തിട്ട് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി കേട്ടോ, അതിന് വേറെ കാര്യങ്ങളൊന്നുമില്ല. നോക്കാം, റെക്കോർഡ്സ് റിലേറ്റഡ് വിത്ത് അഡ്മിഷൻ ഓർ ഡിസ്ചാർജ്. അഡ്മിഷൻ അഥവാ ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സുകൾ, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും നോക്കിയേ. ബേസിക് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഡാറ്റ അല്ലെ, ഒരു രോഗിയെ സംബന്ധിച്ച് അവരുടെ ബേസിക് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഡാറ്റ, അവരുടെ ഐഡന്റിഫിക്കേഷൻ ഡാറ്റകൾ ഉണ്ടായിരിക്കും അല്ലെ. ഓക്കെ, അതായത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള അവരുടെ ഡെമോഗ്രഫിക് ഇൻഫർമേഷൻസ് അല്ലെ, അവരുടെ പേര്, അവരുടെ ലൊക്കേഷൻ, അഡ്രസ്, ജെൻഡർ ഐഡന്റിറ്റി, അങ്ങനെ ഉൾപ്പെടെ അവരുടെ ബേസിക് ഐഡന്റിഫിക്കേഷൻ ഡാറ്റകൾ ഉണ്ടായിരിക്കും. പ്ലസ് ഫിനാൻഷ്യൽ ഡാറ്റ ഉണ്ടാവും. ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവര് ഹെൽത്ത് ഇൻഷുറൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പോളിസികളോ കാര്യങ്ങളോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ഡാറ്റകൾ അതിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെന്താണ്? ഡാറ്റ ആർ കളക്ടഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. അപ്പൊ ഇങ്ങനെയുള്ള ഡാറ്റകള് ആ ഒരു രോഗിയെ അഡ്മിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അത് കളക്ട് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, ഡാറ്റ ആർ കളക്ടഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. അഡ്മിഷന്റെ സമയത്താണ് നമ്മൾ ഈ പറയുന്ന ഡാറ്റകൾ എല്ലാം തന്നെ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതെന്താണ്? ഇറ്റ് കണ്ടെയ്ൻസ് ദ ഐഡന്റിഫിക്കേഷൻ ഷീറ്റ്, അഡ്മിഷൻ ഓഫ് ഡിസ്ചാർജ് റെക്കോർഡ്, സമ്മറി ഷീറ്റ് ഓർ ഫേസ് ഷീറ്റ്. ഓക്കെ, അത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആ രോഗിയുടെ ഐഡന്റിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഐഡന്റിഫിക്കേഷൻ ഷീറ്റ് ഉണ്ടായിരിക്കും. അവരുടെ അഡ്മിഷൻ നടത്തി അല്ലെങ്കിൽ അവർ ഡിസ്ചാർജ് ആണെങ്കിൽ ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ അവരുടെ ആ ഒരു എന്താ പറയാ ഹോസ്പിറ്റലിൽ ആ ഒരു കാലയളവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമ്മറി ഷീറ്റ് ഓർ ഫേസ് ഷീറ്റ് അതിന്റെ ഭാഗമായിരിക്കും കേട്ടോ. അതങ്ങനെ എടുത്തൊന്നും ചോദിക്കില്ല, അറിഞ്ഞിരിക്കാം. അഡ്മിഷൻ ഓർ ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും ഓർത്തു വയ്ക്കാം. അയാളുടെ ബേസിക് ഐഡന്റിഫിക്കേഷൻ ഡാറ്റകൾ ഉണ്ടായിരിക്കും, ഫിനാൻഷ്യൽ ഡാറ്റകൾ ഉണ്ടായിരിക്കും. അതെല്ലാം തന്നെ അവരുടെ അഡ്മിഷൻ സമയത്താണ് ഇങ്ങനെയുള്ള ഡാറ്റകൾ നമ്മൾ കളക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ. അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻസിനെ പറ്റിയിട്ട് മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അവിടെ ശ്രദ്ധിക്കാം. ദ ബാക്ക് ഓഫ് അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് ഷീറ്റ് ഈസ് ഓഫൺ യൂസ്ഡ് ഫോർ ദ കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ. ബ്രാക്കറ്റിൽ അഡ്മിഷൻ കൺസെന്റ് എന്ന് പറയാം. ഓക്കെ, അതായത് നമ്മൾ ഈ പറഞ്ഞ അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് ഷീറ്റ് ഉണ്ടല്ലോ, അതിന്റെ പുറകുവശത്തായിട്ടാണ് നമ്മൾ അഡ്മിഷൻ കൺസെന്റ് രേഖപ്പെടുത്തുന്നത്. അഡ്മിഷൻ കൺസെന്റ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ, അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അതായത് ഒരു പേഷ്യന്റിന്റെ സമ്മതത്തോട് കൂടിയിട്ടാണ് അവരെ നമുക്ക് അഡ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ആ ഒരു അഡ്മിഷൻ കൺസെന്റ് പൊതുവെ ആ ഒരു ഷീറ്റിന്റെ പുറകുവശത്തായിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ഇറ്റ് ഷോസ് ദ പേഷ്യന്റ് അഗ്രീസ് ടു റിസീവ് ദ റൂട്ടീൻ കെയർ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു അഡ്മിഷൻ കൺസെന്റ് വാങ്ങുന്നത്? അതിനകത്ത് ധാരാളം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും.
അതെല്ലാം അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും, പേഷ്യന്റിന്റെ സിഗ്നേച്ചർ അതിനോടൊപ്പം വാങ്ങും. അതാണ് അഡ്മിഷൻ കൺസെന്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കൺസെന്റ് വാങ്ങുന്നത്? ഇറ്റ് ഷോസ് ദ പേഷ്യന്റ് അഗ്രീസ് ടു റിസീവ് ദ റൂട്ടീൻ കെയർ അല്ലെ. അതെ, ആ ഒരു ഹോസ്പിറ്റലിൽ നിന്നുള്ള ആ ഒരു റൂട്ടീൻ കെയർ അവര് എന്താണ് എടുക്കാനായിട്ടുള്ള അവരുടെ സമ്മതമാണ് നമ്മൾ അതിലൂടെ വാങ്ങുന്നത്. ഓക്കെ, പിന്നെ എന്താണ്, ദ ഹോസ്പിറ്റൽ കനോട്ട് ഗ്യാരണ്ടി ദ ഔട്ട്കം. ഹോസ്പിറ്റലിന് ഒരിക്കലും ഒരു ഔട്ട്കം ഗ്യാരണ്ടി ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് സെൻസിൽ എടുക്കരുത്. അതായത് ഒരു ഹോസ്പിറ്റല് എന്നെ സംബന്ധിച്ച് അവർ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ട്രീറ്റ്മെന്റും സർവീസുകൾ അവരുടെ പേഷ്യൻസിന് അവര് പ്രൊവൈഡ് ചെയ്യും. പക്ഷെ അതിന് എന്ത് ഔട്ട്കം ആണ് ലഭിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഒരിക്കലും ഗ്യാരണ്ടി ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിന് സാധിക്കില്ല അല്ലെ. നല്ല ചികിത്സ കൊടുക്കാന്നുള്ളൂ, ആ ചികിത്സയുടെ ഔട്ട്കം എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗ്യാരണ്ടി ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. ദ ഹോസ്പിറ്റൽ കനോട്ട് ഗ്യാരണ്ടി ദ ഔട്ട്കം. പിന്നെന്താണ്, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ അഡ്മിഷൻ ക്ലർക്ക് ടു ഡിസ്ക്രൈബ് ടു ദി പേഷ്യന്റ് ദ കണ്ടന്റ്സ് ഓഫ് ദിസ് ഫോം ആൻഡ് ഇറ്റ്സ് പർപ്പസ്. അപ്പോ നമ്മൾ ഈ പറയുന്ന ഒരു അഡ്മിഷൻ കൺസെന്റ് ഉണ്ടല്ലോ, അപ്പോ അതിനെ പറ്റിയിട്ട് പേഷ്യൻസിന് വിവരങ്ങൾ കൊടുക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? അഡ്മിഷൻ ക്ലർക്കിനാണ്. ഓക്കെ, ഒരു അഡ്മിഷൻ ക്ലർക്ക് അത് ഫില്ല് ചെയ്യുന്ന സമയത്ത്, അത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു അഡ്മിഷൻ കൺസെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പേഷ്യന്റിനോട് വിശദമാക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആർക്കാണെന്ന് ചോദിച്ചാൽ ആർക്കാണ്? അഡ്മിഷൻ ക്ലർക്കിനാണ് കേട്ടോ. എന്തുകൊണ്ടാണ് അത് വാങ്ങുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അഡ്മിഷൻ കൺസെന്റിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ആർക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും? പേഷ്യൻസിന് വിശദമാക്കാനുള്ള ഉത്തരവാദിത്തം അഡ്മിഷൻ ക്ലർക്കിനാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്തത് എന്താണ്? കൺസെന്റ് ഓഫ് റിലീസ് ഓഫ് ഇൻഫർമേഷൻ അല്ലെ. നമ്മൾ പറഞ്ഞു ഒരു അഡ്മിഷൻ എടുക്കണമെങ്കിൽ അതിന് പേഷ്യന്റിന്റെ കൺസെന്റ് ആവശ്യമാണ് എന്നതുപോലെ തന്നെ ഒരു പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തോട്ട് റിലീസ് ചെയ്യണമെങ്കിലും അതിനും എന്ത് ആവശ്യമാണ്? അവരുടെ ഒരു കൺസെന്റ് ആവശ്യമാണ്. ഓക്കെ, സോ ഇറ്റ് പെർമിറ്റ്സ് ദ ഹോസ്പിറ്റൽ ടു സെൻഡ് ടു സ്പെസിഫിക്കലി നെയ്ഡ് ഓർഗനൈസേഷൻ കോപ്പീസ് ഓഫ് ദ പേഷ്യൻസ് മെഡിക്കൽ റെക്കോർഡ്. പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് സംബന്ധമായിട്ടുള്ള കോപ്പികള് അത് ഈ പറയുന്ന ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് അല്ലെ സെൻഡ് ചെയ്യാനുള്ള ഒരു അനുവാദമാണ് നമ്മൾ ആ ഒരു കൺസെന്റിലൂടെ ഹോസ്പിറ്റലിൽ വാങ്ങുന്നത് അല്ലെ. എല്ലാവർക്കും റിലീസ് ചെയ്യാനായിട്ട് പറ്റില്ല, ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ പറയുന്ന പോലെ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡിന്റെ വിവരങ്ങള് അത് പ്രത്യേകമായിട്ട് ഏതെങ്കിലും ഓർഗനൈസേഷൻസിനോ അല്ലെങ്കിൽ ഓരോ ഓതറൈസ്ഡ് സ്റ്റാഫുകൾക്കോ റിലീസ് ചെയ്യുന്നതിനായിട്ടുള്ള ആ ഒരു കൺസെന്റ്, ആ ഒരു അനുവാദമാണ് ആ ഒരു കൺസെന്റിലൂടെ ലഭിക്കുന്നത്. It is on the back of the admission of discharge form. അതും ഈ പറയുന്ന അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് ഫോമിന്റെ പുറകിൽ ആയിരിക്കും അത് ഉണ്ടായിരിക്കുക കേട്ടോ. കൺസെന്റ് ഫോർ ദ റിലീസ് ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ, the patient signature on this form permits the hospital to release the medical information compiled during the current episode of care. അപ്പോ നമുക്ക് ആ ഒരു ഫോമിൽ നിന്നും ഫോമില് നമുക്ക് ലഭിക്കുന്ന ആ ഒരു പേഷ്യന്റിന്റെ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാല് അത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്താണ്? ആ പേഷ്യൻസിന്റെ ആ ഒരു അതുവരെ അവരുടെ നിലവിലുള്ള പരിചരണത്തില് അവരിൽ നിന്നും സമാഹരിച്ച എല്ലാ വിവരങ്ങളും റിലീസ് ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റ്, ഒരു അധികാരം ആർക്ക് കൊടുക്കാണ്? ഹോസ്പിറ്റലിന് പ്രൊവൈഡ് ചെയ്യാണ്. ഇങ്ങനെ ഈ ഒരു കൺസെന്റിലൂടെ ആ ഒരു ഹോസ്പിറ്റലിന് അതിനുള്ള അധികാരം ലഭിക്കുക. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നതാണ് സ്പെഷ്യൽ കൺസെന്റ്സ് കേട്ടോ. പ്രത്യേകമായിട്ട് നമ്മൾ വാങ്ങുന്ന ചില കൺസെന്റുകളുണ്ട്. നോക്കുക കേട്ടോ, അതെപ്പോഴാണ് നമ്മൾ സ്പെഷ്യൽ കൺസെന്റ്സ് വാങ്ങുക? നീഡഡ് ഫോർ എനി നോൺ റൂട്ടീൻ ഡയഗ്നോസ്റ്റിക് തെറാപ്യൂട്ടിക് പ്രൊസീജിയേഴ്സ് ഡൺ ഓൺ ദ പേഷ്യന്റ്. ഓക്കെ, നമ്മൾ ഈ പേഷ്യന്റിൽ ചെയ്യുന്ന ചില നോൺ റൂട്ടീൻ ആയിട്ടുള്ള എന്താണ് ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ് എന്ന് വെച്ചാൽ നമ്മള് പതിവായിട്ട് ചെയ്യുന്നത് ഇപ്പൊ ഒരു സർജറി എന്ന് പറയുമ്പോൾ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണോ ഒരു പേഷ്യന്റിന്? അല്ല, ഏതെങ്കിലും സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ. അത്തരത്തിലുള്ള നോൺ റൂട്ടീൻ ആയിട്ടുള്ള എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറുകൾക്കൊക്കെ എന്താവശ്യമാണ്? സ്പെഷ്യൽ കൺസെന്റ് ആവശ്യമാണ്. ഓക്കെ, പിന്നെന്താണ്? This gives return proof that the patient agrees to the procedure recorded in on the form. അതായത് അത് പേഷ്യന്റിനെ സംബന്ധിച്ചൊരു റിട്ടേൺ പ്രൂഫ് ആണ് അല്ലെ. അതായത് ആ ഒരു ഫോമിൽ പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയറുകള് അത് ചെയ്യാനായിട്ട് പേഷ്യന്റ് അഗ്രി ചെയ്തുകൊണ്ടുള്ള ഒരു റിട്ടേൺ പ്രൂഫ് ആണ്, ഒരു രേഖാമൂലമുള്ള ഒരു പ്രൂഫാണ് നമ്മൾ ആ ഒരു സ്പെഷ്യൽ കൺസെന്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ,
പിന്നെ അടുത്തത് എന്താണ്? കണ്ടീഷൻ ഓഫ് പാർട്ടിസിപ്പേഷൻ റിക്വയർ ദാറ്റ് the medical staff bylaws and rules regulations state that a surgical operation may be executed only on the consent of the patient or legal representative accepted in emergency. കേട്ടോ, പ്രത്യേകമായിട്ട് തന്നെ നമ്മുടെ മെഡിക്കൽ ബൈലോസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നതനുസരിച്ച് ഒരു സർജിക്കൽ ഓപ്പറേഷൻസ് നടത്തണമെങ്കിൽ നിർബന്ധമായിട്ടും ആ ഒരു പേഷ്യന്റിന്റെയോ അല്ലെങ്കിൽ അവരുടെ ബന്ധപ്പെട്ട കക്ഷിയുടെയോ ഒരു കൺസെന്റ് ആവശ്യമാണ് കേട്ടോ. അക്സെപ്റ്റ് ഇൻ എമർജൻസീസ്, എമർജൻസി സാഹചര്യത്തിൽ ചിലപ്പോൾ അത് സാധിച്ചൊന്നും വരും. ഇപ്പൊ പെട്ടെന്ന് ഒരു സിറ്റുവേഷനിൽ ഒരു സിവിയർ ആക്സിഡന്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പേഷ്യന്റ് പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഒരു സർജറി ചെയ്യണമെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഉടനടി ഒരു കൺസെന്റ് വാങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, അത് ഒഴികെ അത്തരം എമർജൻസി സാഹചര്യങ്ങളിൽ ഒഴികെ ഒന്നുകിൽ പേഷ്യന്റിന്റെയോ അല്ലെങ്കിൽ അവരുടെ ബന്ധപ്പെട്ട വ്യക്തിയുടെയോ ആ ഒരു സ്പെഷ്യൽ കൺസെന്റോട് കൂടി മാത്രമേ സർജിക്കൽ ഓപ്പറേഷൻസ് നടത്താനായിട്ട് അനുവാദം ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായോ? ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ ഹാൻഡിൽ ചെയ്യേണ്ട ഡാറ്റകൾ അത് മെഡിക്കൽ റെക്കോർഡിലെ കണ്ടന്റുകളാണ് കേട്ടോ. ഓക്കെ, നമ്മൾ വായിച്ചു നോക്കിയേ. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയാലോ നമുക്ക്. ഇത് ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. അത് ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ അത്ര ഇമ്പോർട്ടന്റ് അല്ല, അത് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. പക്ഷെ ഇനി നമ്മൾ പറയാൻ പോകുന്ന ക്ലിനിക്കൽ ഡാറ്റ ഉണ്ടല്ലോ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ക്ലിനിക്കൽ ഡാറ്റ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പറയട്ടെ ഇത്. അപ്പൊ ആദ്യത്തെ കാറ്റഗറി ഓഫ് കണ്ടന്റ് നമ്മൾ മനസ്സിലാക്കി കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ ഹാൻഡിൽ ചെയ്യേണ്ട ഡാറ്റകൾ നമ്മൾ കണ്ടു. നെക്സ്റ്റ് കണ്ടന്റ് അതിനകത്ത് വരുന്നത് ക്ലിനിക്കൽ ഡാറ്റയാണ് കേട്ടോ. അതിനകത്ത് നിങ്ങൾക്കൊരു 23 അല്ലെങ്കിൽ 22 കേട്ടോ, ഒരെണ്ണം എക്സ്ട്രാ ഒരെണ്ണം തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിനകത്ത്. അപ്പൊ അത്രയും ക്ലിനിക്കൽ ഡാറ്റകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളതല്ലേ. അപ്പൊ നമുക്ക് അറിയാവുന്ന കുറെ ക്ലിനിക്കൽ ഡാറ്റകൾ ഉണ്ട് കേട്ടോ. ഏതൊക്കെയാണ് ക്ലിനിക്കൽ ഡാറ്റകൾ വരുന്നത്? ഫസ്റ്റ് വൺ, അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡ്. അപ്പൊ നിങ്ങൾക്ക് തോന്നും അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡ് എവിടെയും വന്നിട്ടുണ്ടായിരുന്നു? ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ ഇതിനകത്ത് വന്നിട്ടുണ്ട് അല്ലെ. ഓക്കെ, അഡ്മിനിസ്ട്രേഷന് ഫില്ല് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അതുകൂടാണ്ട് ക്ലിനിക്കൽ ഡാറ്റയും അതിനകത്ത് വരുന്നുണ്ട് അല്ലെ. ഒരു അഡ്മിഷൻ ഡിസ്ചാർജ് സമ്മറി അതിനകത്ത് ക്ലിനിക്കൽ ഡാറ്റകളും വരുന്നില്ലേ? അപ്പൊ അത് രണ്ടിനും വരുന്ന കാര്യമാണ് കേട്ടോ. ഓക്കെ, അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡ്. പിന്നെ ഈ പറയുന്ന പോലെ മെഡിക്കൽ ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻ. ഇവിടെ ഫിസിഷ്യൻസ് ഓർഡർ എന്നാണ് കേട്ടോ. ഫിസിഷ്യൻസ് ഓർഡർ എന്നുണ്ട് കേട്ടോ. ഓക്കെ, ഫിസിഷ്യൻസ് ഓർഡർ, പ്രോഗ്രസ് നോട്ട്സ്, പിന്നെ പാത്തോളജി റിപ്പോർട്ട്സ്, റേഡിയോളജി റിപ്പോർട്ട്സ്, ഇലക്ട്രോ കാർഡിയോഗ്രാഫ് റിപ്പോർട്ട്, അതായത് ECG റിപ്പോർട്ട്, കൺസൾട്ടേഷൻ റിപ്പോർട്ട്, ഓപ്പറേറ്റീവ് ഡാറ്റ, അനസ്തീഷ്യ റിപ്പോർട്ട്, റിക്കവറി റൂം റെക്കോർഡ്, ഓപ്പറേറ്റീവ് റിപ്പോർട്ട്, നഴ്സിംഗ് ഡാറ്റ, നഴ്സസ് നോട്ട്സ്. നഴ്സിംഗ് ഡാറ്റ, നഴ്സസ് നോട്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ സെയിം തന്നെയാണ് കേട്ടോ. TPR ഗ്രാഫിക് ചാർട്ട്, മെഡിക്കേഷൻ ഷീറ്റ്, ഡയറ്റ് ചാർട്ട്, ഫിസിക്കൽ തെറാപ്പി റിപ്പോർട്ട്, റെസ്പിറേറ്ററി തെറാപ്പി റിപ്പോർട്ട്, മിസലേനിയസ് റിപ്പോർട്ട്സ്, ലബോറട്ടറി റിപ്പോർട്ട്, ഡിസ്ചാർജ് സമ്മറി. ഇത്രയുമാണ് ക്ലിനിക്കൽ ഡാറ്റയായിട്ട് നമ്മൾ മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ഡാറ്റകളും എന്താണുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയുന്നത് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ്. അത് ക്ലിനിക്കൽ, അതിനകത്ത് നമ്മൾ ക്ലിനിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട് അല്ലെ. അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ് നോക്കുക. ഇറ്റ് ഇൻക്ലൂഡ്സ് the statement of diagnosis and procedures. Underline ചെയ്യാട്ടോ. It includes
ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചോദിക്കും ഏത് ക്ലിനിക്കൽ ഡാറ്റയിലാണ് എന്ത് ഉൾപ്പെടുത്തുന്നത്, ഡയഗ്നോസിസും പ്രൊസീജിയേഴ്സും സംബന്ധിക്കുന്ന ഡീറ്റെയിൽസുകൾ ഉൾപ്പെടുത്തുന്നത് ഏത് ക്ലിനിക്കൽ ഡാറ്റയിലാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണത് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡിലാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയർ. ഒരു രോഗിയെ നടത്തുന്ന എല്ലാ ഡയഗ്നോസിസിന്റെയും പ്രൊസീജിയേഴ്സിന്റെയും വിശദാംശങ്ങൾ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്, ദ അറ്റൻഡിംഗ് ഫിസിഷ്യൻ ഈസ് ലയബിൾ for giving and authenticating the information. അണ്ടർലൈൻ ചെയ്യാട്ടോ, അറ്റൻഡിംഗ് ഫിസിഷ്യൻ. അപ്പോ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസുകള് അത് പ്രൊവൈഡ് ചെയ്യാനും അതിന്റെ ഓതന്റിസിറ്റി, അതിന്റെ ജെന്യുവിനിറ്റി ഉറപ്പുവരുത്താനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? അറ്റൻഡിംഗ് ഫിസിഷ്യൻ ആണ്, അവരെ ചികിത്സിക്കുന്ന ഡോക്ടർ. ശരിയല്ലേ? ഒരു രോഗിയെ സംബന്ധിച്ച് അവരുടെ ഡയഗ്നോസിസും അവരിൽ ചെയ്യുന്ന പ്രൊസീജിയറുകളും കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നത് ആർക്കാണ്? അവരെ ചികിത്സിക്കുന്ന ഡോക്ടർക്കാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ എന്താണ്, ആ ഒരു കൊടുക്കുന്ന ആ ഒരു ഇൻഫർമേഷൻസിന്റെ കൊടുക്കാനും അതിന്റെ ഒരു ഓതന്റിസിറ്റി ഉറപ്പുവരുത്താനും സാധ്യതയുള്ളത് ലൈബിൾ ആയിട്ടുള്ള വ്യക്തി ആരാണ്? അറ്റൻഡിംഗ് ഫിസിഷ്യൻ ആണ്. ഓക്കെ, പിന്നെന്താണ്, all diagnosis and procedures well written in full without symbols and abbreviations. പിന്നെ നമ്മൾ ഈ എഴുതുന്ന ഡയഗ്നോസിസും പ്രൊസീജിയേഴ്സും ഏത് രീതിയിലായിരിക്കണം? that should be written in full without symbols and abbreviations. സിംബലുകളോ അബ്രീവിയേഷൻസുകളോ ഒന്നും ഉപയോഗിക്കാതെ പൂർണ്ണമായിട്ടും വ്യക്തമായിട്ടും നമ്മൾ എന്ത് രേഖപ്പെടുത്തിയിരിക്കണം? ഡയഗ്നോസിസും പ്രൊസീജിയറും അവിടെ ഡോക്യുമെന്റ് ചെയ്തിരിക്കണം. ഒരിക്കലും അവിടെ എന്ത് ഉപയോഗിക്കരുത്? മെഡിക്കൽ സിംബലുകളോ മെഡിക്കൽ അബ്രീവിയേഷൻസുകളോ ഒന്നും ഉപയോഗിക്കരുത്. എല്ലാ ഡയഗ്നോസിസും പ്രൊസീജിയേഴ്സും ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് എലിജിബിൾ ആയിട്ട് റിട്ടേൺ ഇൻ ഫുൾ ലെറ്റേഴ്സ് എന്നത് മീൻസ് വ്യക്തമായിട്ട് വിശദമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. ഇത് ഉപയോഗിക്കരുത്, സിംബലുകളോ അബ്രീവിയേഷൻസുകളോ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ അത് എഴുതാന്നുള്ളത് കേട്ടോ. ഓക്കെ, അതാണ് ഒന്നാമത്തെ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? മെഡിക്കൽ ഹിസ്റ്ററി. ഇതാണ് മെഡിക്കൽ ഹിസ്റ്ററി. ശരിക്കും എന്താണ് മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? The data physician uses to establish a preliminary provisional diagnosis on which to base the treatment of the patient begins. കേട്ടോ. ഓക്കെ, അപ്പോ എന്താണ് മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാല് ഒരു ഫിസിഷ്യൻ ഉപയോഗിക്കുന്ന ഡാറ്റയാണ്. എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്? അതായത് ഒരു പേഷ്യന്റിനെ പറ്റിയിട്ടുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു പ്രിലിമിനറി പ്രൊവിഷണൽ ഡയഗ്നോസിസ്, ഒരു പ്രാഥമികമായിട്ട് ഒരു താൽക്കാലിക രോഗനിർണയം നടത്തുന്നുണ്ട്. നമുക്ക് ആ രോഗം എന്താണ് കൺഫേം ചെയ്തിട്ടില്ല, പക്ഷെ പ്രിലിമിനറി ആയിട്ട് നമുക്കൊരു ടെമ്പററി ഡയഗ്നോസിസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫിസിഷ്യൻ ഉപയോഗിക്കുന്ന ഡാറ്റയാണ് എന്ത്? മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പേഷ്യന്റിന് ട്രീറ്റ്മെന്റും മറ്റും സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ തന്നെ എടുത്ത് ചോദിക്കാം, എന്താണ് മെഡിക്കൽ ഹിസ്റ്ററി? ഇറ്റ് ഇസ് ദ ഡാറ്റ, അല്ലെ? ദാറ്റ് യൂസസ് the data the physician uses to establish a preliminary provisional diagnosis. ഒരു രോഗിയെ പറ്റിയിട്ട് പ്രാഥമികമായിട്ടുള്ള താൽക്കാലിക രോഗനിർണയം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫിസിഷ്യൻ ഉപയോഗിക്കുന്ന ഡാറ്റയെയാണ് നമ്മൾ മെഡിക്കൽ ഹിസ്റ്ററി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് ഒരു മെഡിക്കൽ ഹിസ്റ്ററിക്ക് നമ്മൾ ഉൾപ്പെടുത്തുന്നത്? ഒന്ന്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഒന്ന്, ചീഫ് കംപ്ലൈന്റ്, അല്ലെ? ഒരു മെഡിക്കൽ ഹിസ്റ്ററി നമ്മൾ എഴുതുമ്പോൾ ആ ഒരു പേഷ്യന്റിന്റെ ചീഫ് കംപ്ലൈന്റ്, പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്, അത് കൃത്യമായിട്ട് നമ്മൾ അവിടെ രേഖപ്പെടുത്തും. പ്രസന്റ് ഇൽനെസ്, നിലവിലുള്ള അവരുടെ അസുഖം അല്ലെങ്കിൽ നിലവിലെ അവരുടെ രോഗാവസ്ഥ എന്താണ്. അതുപോലെ തന്നെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, അവരുടെ മുൻകാല മെഡിക്കൽ ഹിസ്റ്ററി, അതായത് അവർക്ക് പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ അവര് എപ്പോഴെങ്കിലും എന്തെങ്കിലും അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തും, അല്ലെ? അതാണ് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി. പിന്നെ എന്താണ്? ഫാമിലി ഹിസ്റ്ററി. ഫാമിലി ഹിസ്റ്ററി, ആ രോഗിയുടെ ഫാമിലി ഹിസ്റ്ററി. ചില രോഗങ്ങൾ നമുക്കറിയാലോ, പാരമ്പര്യമായിട്ട് വരുന്ന രോഗങ്ങളുണ്ട്, അല്ലെ? അപ്പൊ അതൊക്കെ ഉണ്ടോന്ന് അറിയാനായിട്ടുള്ള ഫാമിലി ഹിസ്റ്ററി. ലാസ്റ്റ് എന്താണ്? റിവ്യൂ ഓഫ് സിസ്റ്റം. റിവ്യൂ ഓഫ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ ബോഡി സിസ്റ്റത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഓവറോൾ റിവ്യൂ ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരു ഓവറോൾ ഹെൽത്ത് ഇൻഫർമേഷൻ അബൌട്ട് ദ പേഷ്യന്റ്. ഒരു പേഷ്യന്റിന്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഫർമേഷൻ, റിവ്യൂ ഓഫ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട് നമ്മുടെ ഹ്യൂമൻ ബോഡിക്കകത്ത്.
അല്ലെ? സർക്കുലേറ്ററി സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, സെൻട്രൽ നെർവസ് സിസ്റ്റം, അങ്ങനെ ഒത്തിരി സിസ്റ്റംസ് അടങ്ങിയതാണ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് അല്ലെ? അതിനെ പറ്റിയൊരു റിവ്യൂ ആണ്. ദാറ്റ് മീൻസ് ഓവറോൾ ഹെൽത്ത് ഇൻഫർമേഷൻ അബൌട്ട് ദി പേഷ്യന്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്, മെഡിക്കൽ ഹിസ്റ്ററിക്കകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഏതൊക്കെയാണ്? ചീഫ് കംപ്ലൈന്റ്, പ്രസന്റ് ഇൽനെസ്, പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, ഫാമിലി ഹിസ്റ്ററി ആൻഡ് റിവ്യൂ ഓഫ് സിസ്റ്റംസ്. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയോ ഇവിടെ വരെ. ഓക്കെ, അടുത്തത് കേട്ടോ. നെക്സ്റ്റ് ക്ലിനിക്കൽ ഡാറ്റ. അത് നോട്ട് ഇങ്ങോട്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ദ ഡാറ്റ ഫിസിഷ്യൻ യൂസർ ടു എസ്റ്റാബ്ലിഷ് എ പ്രിലിമിനറി പ്രൊവിഷണൽ ഡയഗ്നോസിസ്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഒരു രോഗിക്ക് പ്രാഥമികമായിട്ടുള്ള താൽക്കാലിക രോഗനിർണയം എന്നാണ് പറയുന്നത്. നമ്മൾ ഒരിക്കലും രോഗം എന്താണെന്ന് അവിടെ കൺഫേം ചെയ്യുന്നില്ല. താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ട് ഒരു എന്താണ് പ്രിലിമിനറി ഡയഗ്നോസിസ് നടത്താനായിട്ട് ഒരു ഫിസിഷ്യൻ ഉപയോഗിക്കുന്ന ഡാറ്റ. അതേതാണ്? മെഡിക്കൽ ഹിസ്റ്ററി ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഫിസിക്കൽ എക്സാമിനേഷൻ, ശാരീരികമായിട്ടുള്ള പരിശോധനകൾ അല്ലെ? ഓക്കെ, അപ്പൊ അതിലൂടെയാണ് നമുക്ക് രോഗം എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് കൺഫേം ചെയ്ത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അടുത്ത ക്ലിനിക്കൽ ഡാറ്റയാണ് ഫിസിക്കൽ എക്സാമിനേഷൻ. ഇറ്റ് പ്രൊവൈഡ്സ് ബേസ് ലൈൻ ഡാറ്റ അബൌട്ട് ദി പേഷ്യന്റ് ടു ഹെൽപ്പ് the physician in deciding a diagnosis. കണ്ടോ? അതായത് ഒരു ഫിസിഷ്യനെ സംബന്ധിച്ച് ഒരു രോഗിയുടെ ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസ് ഡിസൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫിസിഷ്യനെ സഹായിക്കുന്ന പേഷ്യന്റിന്റെ ഏറ്റവും ബേസ് ലൈൻ ആയിട്ടുള്ള ഡാറ്റകളാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത്, ഫിസിക്കൽ എക്സാമിനേഷനിലൂടെ ലഭിക്കുന്നത്. മെഡിക്കൽ ഹിസ്റ്ററി എന്തായിരുന്നു? അത് രോഗിയെ പറ്റി ഒരു പ്രാഥമികമായിട്ടുള്ള താൽക്കാലിക രോഗനിർണയം നടത്താനായിട്ട് ഒരു ഫിസിഷ്യനെ സഹായിക്കുന്ന ഡാറ്റ ഏതാണെന്ന് വെച്ചാൽ അത് മെഡിക്കൽ ഹിസ്റ്ററിയാണ്. അതേസമയം നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ഒരു ഡോക്ടർക്ക് തന്റെ പേഷ്യന്റിന്റെ ഒരു ഫൈനൽ ഡയഗ്നോസിസ് ഡിസൈഡ് ചെയ്യാനായിട്ട് അവരെ സഹായിക്കുന്ന ആ ഒരു രോഗിയുടെ ഏറ്റവും ബേസ് ലൈൻ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ക്ലിനിക്കൽ ഡാറ്റ ഏതാണ്? ഫിസിക്കൽ എക്സാമിനേഷൻ ആണ് അല്ലെ? ശാരീരിക പരിശോധനയിലൂടെ മറ്റുമാണ് നമുക്ക് ആ രോഗം എന്താണെന്നുള്ളത് കറക്റ്റ് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കും. So the examination should include all the body systems. അപ്പൊ ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ it should include all the body systems. മുഴുവൻ ബോഡി സിസ്റ്റത്തിന്റെ പരിശോധന അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണ്? The degree of details relies on the age and sex of the patient's symptoms. Other physical findings or laboratory data. അതായത് ഫിസിക്കൽ എക്സാമിനേഷനിലൂടെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ ആ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഏജ്. ഒന്ന് ഏജിനെ ആശ്രയിച്ചിരിക്കും, രണ്ട് സെക്സ് ഓഫ് ദ പേഷ്യന്റ് അല്ലെ? പേഷ്യന്റിന്റെ ഐഡന്റിറ്റി, മെയിൽ ആണോ ഫീമെയിൽ ആണോ, അതുപോലെ തന്നെ അവരുടെ സിംറ്റംസുകള്, രോഗലക്ഷണങ്ങള്, അതർ ഫിസിക്കൽ ഫൈൻഡിങ്സ് ഓഫ് ലാബ് ഡാറ്റ അല്ലെ? ഇതിനനുസരിച്ചിട്ടാണ് ഫിസിക്കൽ എക്സാമിനേഷനിലൂടെ ലഭിക്കുന്ന നമ്മുടെ വിവരങ്ങളുടെ ആ ഒരു വ്യാപ്തി. ശരിയാണ് അല്ലെ? ഏജിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവില്ല. ഇപ്പൊ ഒരു പീഡിയാട്രിക് പേഷ്യൻസിന് നമ്മൾ നടത്തുന്ന ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ അപ്രോച്ചും ഒരു ജെറിയാട്രിക് പേഷ്യൻസിന് നമ്മൾ നടത്തുന്ന ഫിസിക്കൽ എക്സാമിനേഷൻ അപ്രോച്ചും വ്യത്യാസമില്ലേ അല്ലെ? കുട്ടികളായിട്ടുള്ള രോഗികളിൽ നമ്മൾ നടത്തുന്ന വിവിധ ശാരീരിക പരിശോധനകളും വയസ്സായിട്ടുള്ള പ്രായാധിക്യമുള്ള ആളുകളിൽ നടത്തുന്ന ശാരീരിക പരിശോധനകളും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ? അപ്പൊ അതെല്ലാം എന്തിനെ ആശ്രയിക്കുന്നത്? ഏജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ സെക്സ് ഓഫ് ദ പേഷ്യന്റ് അല്ലെ? പേഷ്യന്റ് ആണാണോ പെണ്ണാണോ? ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഗൈനക് ആയിട്ടുള്ള കൂടുതൽ ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന സ്ത്രീകളിലായിരിക്കും. ആൻഡ്രോളജി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വരുന്നത് ഈ പറയുന്ന പുരുഷന്മാർക്കായിരിക്കും. അപ്പൊ അവിടെ ഈ പറയുന്ന ജെൻഡർ ഐഡന്റിറ്റിനെയും അതവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെ? പിന്നെ അതർ ഫിസിക്കൽ ഫൈൻഡിങ്സ് ഓഫ് ലബോറട്ടറി ഡാറ്റ. പിന്നെ അത് കൂടാതെ നമ്മൾ കണ്ടെത്തുന്ന പേഷ്യന്റിൽ കണ്ടെത്തുന്ന മറ്റു പല അബ്നോർമാലിറ്റീസുകള് അല്ലെങ്കിൽ
അതൊക്കെ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുക. അതുപോലെ ലാബ് ഡാറ്റ, ഇപ്പൊ ചിലപ്പോൾ ചില ലാബ് ഡാറ്റകളിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ ലഭിക്കുന്നില്ലെങ്കിൽ കുറേയും കൂടെ കൂടുതൽ ഡീപ്പാക്കിയ ഫിസിക്കൽ എക്സാമിനേഷൻസുകൾ നടത്തേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ഒരു ഫിസിക്കൽ എക്സാമിനേഷനിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അളവ് വ്യാപ്തി എന്ന് പറഞ്ഞാൽ അത് ഏജ്, സെക്സ്, സിംറ്റംസ്, ഫിസിക്കൽ ഫൈൻഡിങ്സ്, ലാബ് ഡാറ്റ എന്നിവയെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളോട് ചോദിക്കാട്ടോ, വിച്ച് ക്ലിനിക്കൽ ഡാറ്റ പ്രൊവൈഡ്സ് baseline data about the patient to help the physician in deciding a diagnosis. ഏത് ക്ലിനിക്കൽ ഡാറ്റയാണ്? ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. ഓക്കെ, അടുത്തതാണിത് ഫിസിഷ്യൻ ഓർഡർ. ഇതാണ് ഫിസിഷ്യൻ ഓർഡർ. ഫിസിഷ്യൻ ഓർഡറിനെ നമുക്ക് എന്ത് പറയാം? ഡോക്ടേഴ്സ് ഓർഡർ, അല്ലെങ്കിൽ നമുക്ക് മെഡിക്കൽ ഓർഡർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം കേട്ടോ. ഫിസിഷ്യൻ ഓർഡർ നമുക്ക് എന്ത് പറയാം? മെഡിക്കൽ ഓർഡർ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മെഡിക്കൽ ഓർഡർ അഥവാ ഡോക്ടേഴ്സ് ഓർഡർ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. എന്താണ് ഫിസിഷ്യൻ ഓർഡർ എന്ന് പറയുന്നത്? എന്താണ് നോക്കിയേ, the written or oral orders constitute the attending physician's direction to the nursing and auxiliary services and concerning all medications and treatments of the patient. ചുരുക്കി പറഞ്ഞാല് ഒരു ഫിസിഷ്യൻ ഓർഡർ എന്ന് പറയുന്നത് ഒരു ഡോക്ടർ കൊടുക്കുന്ന ഒരു ഓർഡർ ആണ്. പ്രിസ്ക്രിപ്ഷൻ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു ഡോക്ടറുടെ ഓർഡർ ആണ്. ഡോക്ടർ ആർക്ക് കൊടുക്കുന്ന ഓർഡർ ആണ്? അവരുടെ സ്റ്റാഫുകൾക്ക്, അല്ലെ, ഈ പറയുന്ന നഴ്സിംഗ് സ്റ്റാഫുകൾക്ക്, മറ്റുള്ള നഴ്സിംഗ് അതുപോലെ ഓക്സിലറി സ്റ്റാഫുകൾക്ക് ഒരു ഡോക്ടർ കൊടുക്കുന്ന ഓർഡർ ആണ് കേട്ടോ ഫിസിഷ്യൻ ഓർഡർ. അതായത് നമ്മൾ ഈ പറയുന്ന ഒരു രോഗിയുടെ ചികിത്സകളെ സംബന്ധിച്ച്, മരുന്നുകളെ സംബന്ധിച്ചൊക്കെ എല്ലാവിധ ഇൻഫർമേഷൻസും നഴ്സിംഗിനും നഴ്സിംഗ് സ്റ്റാഫുകൾക്ക്, മറ്റു ഓക്സിലറി സ്റ്റാഫുകൾക്ക് വാക്കാലും രേഖാമൂലം കൊടുക്കുന്ന അത്തരം നിർദ്ദേശങ്ങളെയാണ് നമ്മൾ ഫിസിഷ്യൻ ഓർഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? ഒരു രോഗിക്ക് കൊടുക്കേണ്ട മരുന്നുകളെയും ചികിത്സകളെയും സംബന്ധിച്ച് ഈ പറയുന്ന നഴ്സിംഗ് ഓക്സിലറി സ്റ്റാഫുകൾക്ക് ഒരു ഫിസിഷ്യൻ കൊടുക്കുന്ന വാക്കാല് രേഖാമൂലം കൊടുക്കുന്ന നിർദ്ദേശങ്ങളെയാണ് നമ്മൾ ഫിസിഷ്യൻ ഓർഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. Written or oral orders constitute the attending physician's direction to the nursing and auxiliary services and concerning all medications and treatments of the patient. Okay, clear now? Physician order മനസ്സിലായോ? നെക്സ്റ്റ് വരുന്നതാണ് പ്രോഗ്രസ് നോട്ട്സ് കേട്ടോ. എന്താണ് പ്രോഗ്രസ് നോട്ട്സ്? എന്താണ് പ്രോഗ്രസ് നോട്ടിൽ പറയുന്നത്? It is related to the cause of the patient's illness, response to treatment and status on discharge. Okay, ഒരു പ്രോഗ്രസ് നോട്ടില് എന്തൊക്കെ വിവരങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്? ഒന്ന്, കോസ് ഓഫ് ദ പേഷ്യൻസ് ഇൽനെസ്, പേഷ്യന്റിന്റെ ഇൽനെസ്സിനുള്ള കാരണം എന്താണ്. അതുപോലെ റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റ് കേട്ടോ, ട്രീറ്റ്മെന്റിനോടുള്ള അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ്. അവരുടെ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ ആ രോഗിയുടെ ബോഡി അല്ലെങ്കിൽ ആ ഹെൽത്ത് ഇഷ്യൂസിന് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ഏത് രീതിയിലാണ് ആ ട്രീറ്റ്മെന്റിനോട് അവരുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താണ് ആൻഡ് സ്റ്റാറ്റസ് ഓൺ ഡിസ്ചാർജ്, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ് എന്താണ്. ഇത്രയും വിവരങ്ങളാണ് നമ്മളൊരു പ്രോഗ്രസ് നോട്ട്സിനകത്ത് ഉൾപ്പെടുത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ അഡ്മിഷൻ തൊട്ട് ഡിസ്ചാർജ് വരെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്, പ്രോഗ്രസ് നോട്ട്സിനകത്തുണ്ട് അല്ലെ. ഒന്ന്, കോസ് ഓഫ് പേഷ്യന്റ് ഇൽനെസ്, പേഷ്യന്റിന്റെ അസുഖത്തിന്റെ കാരണം എന്താണ്. രണ്ട്, റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റ്, ഓരോ ട്രീറ്റ്മെന്റിനോടുള്ള ആ രോഗിയുടെ റെസ്പോൺസ് എന്താണ്. ദെൻ സ്റ്റാറ്റസ് ഓൺ ഡിസ്ചാർജ്, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ് എന്താണ്. ഓക്കെ, ഇനി നോക്കാം. ദ അറ്റൻഡിങ് ഫിസിഷ്യൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കംപ്ലീഷൻ ഓഫ് പ്രോഗ്രസ് നോട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോഗ്രസ് നോട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആർക്കാണ്? അറ്റൻഡിങ് ഫിസിഷ്യൻ ആണ്. നോട്ട് ചെയ്ത് വെക്കണം, അറ്റൻഡിങ് ഫിസിഷ്യൻ ആണ് അതിനുള്ളൊരു റെസ്പോൺസിബിലിറ്റി. അതായത് ഒരു പ്രോഗ്രസ് നോട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ് എന്ന് ചോദിച്ചതിന് ഉത്തരം എന്താണ്? അറ്റൻഡിങ് ഫിസിഷ്യൻ ആണ്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എൻ അഡ്മിഷൻ നോട്ട്, ഫോളോ അപ്പ് നോട്ട് ആൻഡ് ഫൈനൽ നോട്ട്. അതായത് ഒരു പ്രോഗ്രസ് നോട്ട് എന്ന് പറഞ്ഞാൽ അതിന് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് അഡ്മിഷൻ നോട്ട്, ഫോളോ അപ്പ് നോട്ട്, ഫൈനൽ നോട്ട്. അത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, കോസ് ഓഫ് ദ പേഷ്യന്റ് ഇൽനെസ് അല്ലെ, പേഷ്യന്റിന്റെ അസുഖത്തിന്റെ കാരണം. എന്തുകൊണ്ടാണ് നമ്മൾ അവരെ അഡ്മിറ്റ് ചെയ്തത്? അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ കണ്ടീഷൻ എന്തായിരുന്നു? അത് തന്നെയല്ലേ അഡ്മിഷൻ നോട്ട് എന്ന് പറയുന്നത്.
ഓക്കെ. പിന്നെ എന്താണ് റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റ്. നമ്മൾ ട്രീറ്റ്മെന്റിന് വിധേയമാക്കുമ്പോൾ ഏത് രീതിയിലാണ് ആ പേഷ്യന്റിന്റെ ബോഡി അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്, അത് സത്യത്തിൽ എന്താണ് ഫോളോ അപ്പ് നോട്ടാണ് അല്ല, അവരുടെ ഫോളോ അപ്പ് ആണ് നമ്മൾ അവിടെ രേഖപ്പെടുത്തുന്നത്. ലാസ്റ്റ് എന്താണ് പറഞ്ഞത്, ആൻഡ് സ്റ്റാറ്റസ് ഓൺ ഡിസ്ചാർജ്. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവരുടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഫൈനൽ നോട്ടാണ് അല്ലെ. ഫൈനൽ നോട്ട് എന്ന് പറയുമ്പോൾ അവർ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ് എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രോഗ്രസ് നോട്ട്സിനകത്ത് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ. ഇനി നോക്കുക, അഡ്മിഷൻ നോട്ട്. നമ്മൾ ഈ പറഞ്ഞതിൽ അഡ്മിഷൻ നോട്ട് ഉണ്ടല്ലോ. അഡ്മിഷൻ നോട്ട് കൺസിസ്റ്റ് ഓഫ് ദ ജനറൽ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. കേട്ടോ, അപ്ലൈൻ ചെയ്യാം കേട്ടോ. ഒരു അഡ്മിഷൻ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഈ ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവരെ പറ്റിയുള്ള എല്ലാ ജനറൽ കണ്ടീഷൻസുകളും രേഖപ്പെടുത്തുന്ന ഒന്നാണ് അഡ്മിഷൻ നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെയോ ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ ഇൻഫർമേഷൻ ആർ മാർക്ക്ഡ് ഹിയർ. അതായത് മെഡിക്കൽ ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എന്തിനാണ് രേഖപ്പെടുത്തുന്നത്, അഡ്മിഷൻ നോട്ടിനകത്ത്. അല്ലെങ്കിൽ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ന മെഡിക്കൽ ഹിസ്റ്ററി ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ന ഒരു ഫിസിക്കൽ ചേഞ്ചസ് ഉള്ളത് കൊണ്ടാണ് അവരെ അഡ്മിറ്റ് ചെയ്യുന്നത് എന്ന് രേഖപ്പെടുത്തണം അല്ലെ. അപ്പൊ അഡ്മിഷൻ നോട്ടിനകത്ത് എന്ത് വരും, ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ ഇൻഫർമേഷൻസ് വരും. അതുപോലെ ഓൾ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡഡ് ആൻഡ് പേഷ്യൻസ് റെസ്പോണ്ട് ടു ഈച്ച്. അതുപോലെ എല്ലാവരും കൊടുത്തിട്ടുള്ള ആ ഒരു ട്രീറ്റ്മെന്റ്സുകളെ പറ്റിയിട്ടും ഓരോ ട്രീറ്റ്മെന്റ്സിനോടും പേഷ്യന്റിന്റെ ആ ഒരു റെസ്പോൺസ് എന്താണ് എന്നതിനെ പറ്റി കൃത്യമായിട്ട് ഇതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്, പ്രോഗ്രസ് നോട്ടിനകത്ത് രേഖപ്പെടുത്തുന്നത്. ഇതൊക്കെ ഓരോ രീതിയിൽ ചോദിക്കാം കേട്ടോ. ഏത് ക്ലിനിക്കൽ ഡാറ്റയാണ് പേഷ്യന്റിന്റെ ഇൽനെസ്സിനുള്ള കാരണവും റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റും സ്റ്റാറ്റസ് ഓൺ ഡിസ്ചാർജ് ഒക്കെ ഡിനോട്ട് ചെയ്യുന്നത് ഏതാണ്, പ്രോഗ്രസ് നോട്ടാണ്. ഓക്കെ. ഒരു പ്രോഗ്രസ് നോട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് അഡ്മിഷൻ നോട്ട് ഉണ്ട്, ഫോളോ അപ്പ് നോട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഫൈനൽ നോട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. വായിച്ചു നോക്കിയേ. ഓക്കെ അല്ലേ. അടുത്ത ക്ലിനിക്കൽ ഡാറ്റ നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പാത്തോളജി റിപ്പോർട്ടാണ് കേട്ടോ. അതാണ് പാത്തോളജി റിപ്പോർട്ട്. ഈ പാത്തോളജി റിപ്പോർട്ട് എന്ന് എഴുതുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ലബോറട്ടറി റിപ്പോർട്ട് ആണോ എന്നൊരു സംശയം ചിലപ്പോൾ തോന്നിയേക്കാം. അതിന് ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ലാബ് ടെസ്റ്റുകൾ തന്നെയാണ്, പക്ഷെ ലാബ് ടെസ്റ്റുകളെക്കാളും കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള എന്താ പറയാ ടെസ്റ്റുകളാണ് കേട്ടോ. അല്ലെങ്കിൽ അത്തരം റിപ്പോർട്ടുകളാണ് പാത്തോളജി റിപ്പോർട്ട് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ ടിഷ്യൂസുകള്, സെല്ലുകള്, നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന ഭാഗങ്ങള്, ഈ പറയുന്ന പോലെ ക്യാൻസറിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ബയോപ്സി ടെസ്റ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സർജറിയുടെ ഭാഗമായിട്ടൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യുന്ന ടിഷ്യൂസുകള്, സെല്ലുകള്, അതിനൊക്കെ നടത്തുന്ന പരിശോധനകളാണ് പൊതുവെ നമ്മൾ പാത്തോളജി ടെസ്റ്റ് അല്ലെങ്കിൽ പാത്തോളജി റിപ്പോർട്ട്സ് എന്നവിടെ ഉദ്ദേശിക്കുന്നത്. അത് തന്നെയല്ലേ ലാബ് ടെസ്റ്റ്. ലാബ് ടെസ്റ്റ് അപ്പോ കുറച്ചും കൂടെ എന്താ പറയുക, വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു വിപുലമായിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. അതെന്ന് പറയുന്നത് ടിഷ്യൂസും സെൽസിലും മാത്രം ഒതുങ്ങുന്ന ടെസ്റ്റുകളല്ല, കുറെ കൂടെ ബോഡി അല്ലെ, ബോഡി സെക്രീഷൻ, ബ്ലഡ്, മറ്റുള്ള ബോഡി ഫ്ലൂയിഡ്സുകള് അല്ലെ, മറ്റുള്ള ബയോളജിക്കൽ സ്പെസിമെൻസിന്റെ കംപ്ലീറ്റ് പരിശോധനയാണ് നമ്മളൊരു ലബോറട്ടറി റിപ്പോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാത്തോളജി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് കണ്ടെയ്ൻസ് ദ ഡീറ്റെയിൽസ് അബൌട്ട് ദ ടിഷ്യൂസ് ഓർ സെൽസ് ദാറ്റ് ഈസ് റിമൂവ്ഡ് ഡ്യൂറിംഗ് ദ സർജറീസ് കേട്ടോ. സർജറിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബയോപ്സി ടെസ്റ്റിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യുന്ന ടിഷ്യൂസുകള്, സെല്ലുകള്, അതിലൊക്കെ നടത്തുന്ന ലാബ് ടെസ്റ്റുകൾ തന്നെയാണ് നമ്മൾ പാത്തോളജി റിപ്പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കുക, മൈക്രോസ്കോപ്പിക് and macroscopic description of tissue expelled, removed from patient during the time of surgery or a specialized procedure, that means biopsy, to supply tissue for pathological analysis. അതായത്
നമ്മൾ പറഞ്ഞല്ലോ ഈ പറയുന്ന സർജറിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ സ്പെഷ്യലൈസ്ഡ് പ്രൊസീജിയർ ലൈക്ക് ബയോപ്സി എന്തിന് ചെയ്യുന്ന ടെസ്റ്റ് ആണ്? ക്യാൻസർ കൺഫേം ചെയ്യുന്നതിനുള്ള ടെസ്റ്റുകളാണ് കേട്ടോ. നമ്മുടെ ബോഡിയിലൊക്കെ ഇപ്പൊ എന്തെങ്കിലും മുഴകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന ചില മുഴകൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം? അത് ബയോപ്സി ടെസ്റ്റിന് അയക്കണം അല്ലെ? എന്ന് വെച്ചാൽ വെദർ ഇറ്റ് ഈസ് ക്യാൻസറസ് ഓർ നോട്ട്, ക്യാൻസറസ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അത്തരത്തില് സർജറിയിലൂടെ ബയോപ്സി ടെസ്റ്റിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന ടിഷ്യൂസുകള് സെല്ലുകളിലൊക്കെ നടത്തുന്ന മൈക്രോസ്കോപ്പിക് ആൻഡ് മാക്രോസ്കോപ്പിക് എന്ന് വെച്ചാൽ വളരെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ടെസ്റ്റുകളെയാണ് നമ്മൾ കളക്റ്റീവ്ലി നമുക്ക് എന്ത് പറയാം? പാത്തോളജി ടെസ്റ്റുകൾ, പാത്തോളജി റിപ്പോർട്ട്സ് എന്ന് നമുക്ക് അതിനെ പറയാം. ഓക്കെ, to supply tissue for the pathological analysis കേട്ടോ. അത്രയേ ഉള്ളൂ, അത് മനസ്സിലാക്കിയാൽ മതി. വേറെ അതിനകത്തൊന്നുമില്ല കേട്ടോ. ലബോറട്ടറി റിപ്പോർട്ടും അതും ഒരുപോലെയാണെന്ന് പറയാൻ പറ്റില്ല. ലാബ് ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ കുറെ കൂടെ വിപുലമായിട്ടുള്ള ടെസ്റ്റുകളാണ്. എല്ലാ സ്പെസിമെൻസിലും അതിനകത്ത് പരിശോധന നടത്തുന്നുണ്ട്. പാത്തോളജി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ കൂടുതൽ ടിഷ്യൂസുകള്, സെൽസുകള്, ക്യാൻസറിന്റെ ഭാഗമായിട്ട് ബയോപ്സി ടെസ്റ്റിന്റെ ഭാഗമായിട്ടൊക്കെ റിമൂവ് ചെയ്യുന്ന ഭാഗങ്ങളിലേക്ക് ടിഷ്യൂസുകളിലും സെല്ലുകളിലൊക്കെ നടത്തുന്ന പരിശോധനകളാണ്. ലാബ് ടെസ്റ്റുകൾ തന്നെയാണ് നമ്മൾ പാത്തോളജി ടെസ്റ്റ് അല്ലെങ്കിൽ പാത്തോളജി റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് വരുന്നതാണ് റേഡിയോളജി റിപ്പോർട്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, റേഡിയോളജി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? നമ്മൾ എക്സ്റേ എടുക്കുന്നുണ്ട്, സ്കാനിങ് എടുക്കുന്നുണ്ട് അല്ലെ? അതിന്റെയൊക്കെ റിപ്പോർട്ടുകളാണ് അവിടെ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ഇത് ഇൻക്ലൂഡ് എക്സ്റേ, എന്താ എക്സ്റേസ്, അതുപോലെ റേഡിയോ ആക്റ്റീവ് സ്കാനിങ്. നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ പഠിച്ചപ്പോ ന്യൂക്ലിയർ മെഡിസിൻ ഒക്കെ പഠിച്ചിട്ടില്ലേ? പെറ്റ് സ്കാൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ റേഡിയോ ആക്റ്റീവ് സ്കാനിങ്ങുകൾ അല്ലെ, നമ്മുടെ ശരീരത്തിനകത്തേക്ക് റേഡിയോ ആക്റ്റീവ് വളരെ ട്രേസ് എമൗണ്ട് ഓഫ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് കടത്തി വിട്ടുകൊണ്ട് നമ്മൾ ഇമേജ് ചെയ്യുന്ന രീതികളുണ്ട് അല്ലെ? പെറ്റ് എന്നൊക്കെ പെറ്റ് സിറ്റി അല്ലെ, പെറ്റ് സ്കാൻ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ സ്പെക്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ്? റേഡിയോ ആക്റ്റീവ് സ്കാനിങ്ങുകളാണ് അല്ലെ. അതുപോലെ തെർമോഗ്രഫി, എന്നൊക്കെ പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ ആണ് അല്ലെ. ദാറ്റ് മീൻസ് നമ്മുടെ ശരീരത്തിന്റെ താപനില വ്യത്യാസങ്ങൾക്കനുസരിച്ച് കൊണ്ട് നടത്തുന്ന ഇമേജിംഗ് ടെസ്റ്റുകളും മറ്റുമുണ്ട്. തെർമോഗ്രഫി, സീറോഗ്രഫി എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ എക്സ്റേ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആൻഡ് അൾട്രാസോണോഗ്രഫി അല്ലെ, നമ്മൾ ഈ അൾട്രാ സ്കാനിങ് ഒക്കെ ചെയ്യില്ലേ? അതേപോലെ CT, MRI സ്കാനിങ്ങുകളൊക്കെ അത്തരം റിപ്പോർട്ടുകളൊക്കെയാണ് ഇതിന്റെ റേഡിയോളജി റിപ്പോർട്ട്. അറിയാലോ, വേറെ അതിനകത്ത് പറയാനില്ല. എക്സ്റേ, സ്കാനിങ് ഇത്തരം റിപ്പോർട്ടുകളൊക്കെയാണ് നമ്മൾ റേഡിയോളജി റിപ്പോർട്ട്സിനകത്ത് ഉൾപ്പെടുത്തുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് കൺസൾട്ടേഷൻ റിപ്പോർട്ടാണ് കേട്ടോ. അതാണ് കൺസൾട്ടേഷൻ റിപ്പോർട്ട്. അതാണ് കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാല് it includes an opinion of a patient's condition by a specialized physician other than സ്പെഷ്യലൈസ്ഡ് ഫിസിഷ്യൻ. ഓക്കെ, അവിടെ ഫുൾ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. അതായത് ഒരു എന്താണ് പേഷ്യന്റിന്റെ കണ്ടീഷനെ പറ്റിയിട്ടുള്ള ഒരു ഫിസിഷ്യന്റെ, പ്രത്യേകിച്ച് ഒരു കൺസൾട്ടേഷൻ എന്ന് പറയുമ്പോൾ തന്നെ കൺസൾട്ടൻസ് ആണ് അല്ലെ. കൺസൾട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ആണ്. ഇപ്പൊ കാർഡിയോളജിസ്റ്റ്, പൾമണോളജിസ്റ്റ് അവരൊക്കെ കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആണ് അല്ലെ. അപ്പോ ഒരു രോഗിയുടെ കണ്ടീഷൻസിനെ പറ്റിയിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ഫിസിഷ്യൻ അഥവാ ഒരു കൺസൾട്ടന്റിന്റെ ഒപ്പീനിയൻ ആണ് കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി അവർ ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നോക്കിയേ? This opinion is dependent upon the review of the patient's medical record. ഒന്ന്, പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ റിവ്യൂ ചെയ്തുകൊണ്ടും, അതുപോലെ an examination of attending physician, അതുപോലെ ഡോക്ടർ ആ ഒരു ഫിസിഷ്യനെ അറ്റൻഡ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫർമേഷൻസിനെ വിലയിരുത്തിക്കൊണ്ടും അതിനെ പരിശോധിച്ചുകൊണ്ടും, അതുപോലെ തന്നെ എന്താണ് the patient and a conferencing with the attending physician, അതായത് ഈ പറയുന്ന പേഷ്യന്റും മറ്റുള്ള ഈ പറയുന്ന ഫിസിഷ്യനുമായിട്ടുള്ള ആ ഒരു കോൺഫറൻസിങ്, അവരുമായിട്ടുള്ള ഇടപെടലുകളിലൂടെയൊക്കെ ലഭിക്കുന്ന ഇൻഫർമേഷൻസ് റിവ്യൂ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കൺസൾട്ടേഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ആരാണ്? ഒരു കൺസൾട്ടന്റ്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ തന്റെ രോഗിയുടെ കണ്ടീഷനെ പറ്റിയിട്ട് രേഖപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് എന്ത്? കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, റിപ്പോർട്ട് എന്ന് പറയുന്നത് അവരുടെ മെഡിക്കൽ റെക്കോർഡുകൾ പരിശോധിച്ചു അതുപോലെ അവരുമായിട്ട് ഇടപഴകിക്കൊണ്ടും ആ ഒരു ഡോക്ടർ കണ്ടെത്തുന്ന കാര്യങ്ങളാണ് ഇതിൽ രേഖപ്പെടുത്തുന്നത്? കൺസൾട്ടേഷൻ റിപ്പോർട്ടിനകത്ത് രേഖപ്പെടുത്തുന്നത്.
ഓക്കെ, ക്ലിയർ ആണല്ലോ? അത്രയും ഓക്കെ അല്ലേ? ക്ലിനിക്കൽ ഡാറ്റകള് ഇനി ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് നാളത്തെ ക്ലാസ്സിൽ പറയാം കേട്ടോ. അനസ്തേഷ്യ റിപ്പോർട്ട് ബാക്കിയുള്ളതൊക്കെ ഉണ്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ റെക്കോർഡിന്റെ അസംബ്ലിങ്ങും ഫൈലിംഗ് മെത്തേഡ് ഒക്കെ ഉണ്ട് പഠിക്കാൻ കേട്ടോ. അതോടുകൂടി ആ ചാപ്റ്റർ നമ്മുടെ അവസാനിക്കും. ഓക്കെ, ഈ ക്ലിനിക്കൽ ഡാറ്റകൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടല്ലോ, അത് ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. അത് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ക്ലിനിക്കൽ ഡാറ്റകൾ ഓരോന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എന്താണ് ഫിസിക്കൽ എക്സാമിനേഷൻ, എന്താണ് മെഡിക്കൽ ഹിസ്റ്ററി, അതുപോലെ റേഡിയോളജി റിപ്പോർട്ടിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത്, പാത്തോളജി റിപ്പോർട്ടിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എന്താണ് അർജുൻ എന്താ ചോദിച്ചത്? ക്രിസ്മസിന് എത്ര ദിവസം ഹോളിഡേ ഉണ്ട്? അതൊക്കെ അറിയിക്കുക അർജുൻ. ഞങ്ങൾക്ക് അതിന്റെ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല, ഇത് ഓഫീസിൽ നിന്ന് അറിയിക്കും കേട്ടോ. ഓക്കെ, ഇപ്പൊ ക്രിസ്മസ് ആഘോഷിക്കാൻ തിരക്കായിരുന്നു അല്ലേ? അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ അടുത്ത വാങ്ങലൊക്കെ എളുപ്പമുള്ള വാങ്ങലാണ് കേട്ടോ, ബുദ്ധിമുട്ടൊന്നുമില്ല, മനസ്സിലാക്കാൻ പറ്റുന്നത്. ക്രിസ്മസിന് ഒരു ദിവസം അവധിയുണ്ടോ? എന്ത് ചോദ്യമാണ് അർജുൻ? ക്രിസ്മസിന് ഒരു ദിവസം ഈ 8 ദിവസം അവധി തരുന്നില്ല കേട്ടോ. ക്രിസ്മസിന് നമ്മൾ ക്ലാസ് വയ്ക്കും. അപ്പൊ ശരി കേട്ടോ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. Thank you, Miss.